ബാലാമണിയിൽ നമുക്ക് സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കാണാൻ കഴിയും. ബാലാമണിയുടെ മനസ്സ് നെയ്തുകൂട്ടിയ സ്വപ്ന ലോകം, അവിടെ അവളുടെ പ്രിയ കൂട്ടുകാരൻ ഉണ്ണികൃഷ്ണൻ. കുട്ടിക്കാലം മുതൽ ഒരുപാട് ഒറ്റപ്പെട്ട അവളുടെ മനസ്സ് ഈ സങ്കടങ്ങളിൽ നിന്നെല്ലാം എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് നെയ്തുകൂട്ടിയ സ്വപ്ന ലോകമാണ് ഇതെന്നുള്ളത്. അവിടെ അവളുടെ പ്രിയ കൂട്ടുകാരൻ ഉണ്ണികൃഷ്ണൻ. ഒടുവിൽ അവൾ സ്നേഹിച്ചയാളെ സ്വന്തമാക്കുന്നു. ഇതോടെ അവളുടെ ഏകാന്തത അവളിൽ നിന്ന് അകന്നു പോകുന്നു. ഇപ്പോൾ അവൾ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിന് പഴയ ആ സ്വപ്ന ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്നില്ല. ആ സ്വപ്ന ലോകത്തിൽ അവൾ കണ്ട ആ പ്രിയ കൂട്ടുകാരൻ ഉണ്ണികൃഷ്ണനെ കാണാനും കഴിയുന്നില്ല. ഇതോടെ അവൾ ചിന്തിക്കുന്നു, ഇത് സാക്ഷാൽ കൃഷ്ണൻ തന്നെയാകും എന്നുള്ളത്. അവസാനം അവൾ അമ്പലത്തിലേക്ക് ഓടുന്നു. അവളുടെ തീവ്രമായ ചിന്തയിൽ നിന്ന് അവസാനം ഒരു പ്രാവശ്യം കൂടി അവളുടെ മനസ്സ് ആ സ്വപ്ന ലോകത്തിലേക്ക് തിരിച്ചു പോകുന്നു. ഏകാന്തതയിൽ അവളുടെ മനസ്സ് നെയ്തുകൂട്ടിയ ചിന്തകളിൽ നിന്നും ഉണ്ടായ സ്വപ്ന ലോകത്തിലെ ആ പ്രിയ കൂട്ടുകാരനെ അവൾ അവസാനമായി ഒരു നോക്ക് കൂടി കാണുന്നു. സൈക്കോസിസ്, ദ കംപ്ലീറ്റ് ഡിസ്കണക്ഷൻ ഓഫ് റിയാലിറ്റി. ഓക്കെ ഫൈൻ, ഇനി ഇതൊന്നുമല്ല എങ്കിൽ ഒരുപക്ഷെ തന്റെ തീവ്ര ഭക്തിയെ കാണാൻ വേണ്ടിയിട്ട് സാക്ഷാൽ കൃഷ്ണൻ തന്നെ അവളുടെ മുന്നിലേക്ക് വന്നതാകാം. മനുഷ്യന്റെ യുക്തി ചിന്തകൾക്ക് അപ്പുറവും ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ. ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ.